ബീഫ് സ്റ്റ്യൂ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണ ഇത് റെഡ് വൈനൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിന്ന് ബീഫിൻ്റെ സ്റ്റോക്ക് മാത്രം ചേർത്തിട്ട് വൈനൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം ബീഫാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഞാൻ ബോണോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടാണ് ഇത് മിക്കവരും ചെയ്യുന്നത്. അപ്പോൾ ബോൺലെസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്ക് എപ്പോഴും ഗ്രേവി ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നാറുള്ളത് ബോണോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബോണോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബീഫ് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. ഞാൻ ഈ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം. ചില ബീഫിന് വേവ് കുറവായിരിക്കും. അപ്പോൾ ഒരു 4-5 വിസിൽ വരെയൊക്കെ വേവിച്ചാൽ മതിയാവും. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. 6-7 വിസിലിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ സ്പൂൺ കൊണ്ട് കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ബീഫ് മാത്രം ഒരു ബൗളിലേക്ക് മാറ്റാം. വെള്ളമില്ലാതെ ബീഫ് മാത്രം കോരിയെടുത്ത് മാറ്റുക. മുഴുവൻ ബീഫും ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഈ പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന സ്റ്റോക്ക് കളയരുത്. അത് നമുക്ക് കറിയിൽ ചേർക്കാൻ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് അടച്ചു വെക്കാം. ഇനി ബീഫിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ചേർത്തതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കോൺഫ്ലോറും കുരുമുളകും ഉപ്പും കൂടി ബീഫിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് വരെ മഷ്റൂം കട്ട് ചെയ്തത്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി, ഒരു വലിയ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, പിന്നെ 3 വിധം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 3 വിധമൊന്നും വേണമെന്നില്ല. ഗ്രീൻ കളർ മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവർ അല്ലെങ്കിൽ ബ്രോക്കലി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വെജിറ്റബിൾസ് ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗ്രീൻ പീസ് വേണമെങ്കിലും ഇതിൽ ചേർക്കാം. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് ചേർക്കാനുള്ളതാണ്. കാരണം നമ്മൾ സ്റ്റ്യൂവിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടി ഒഴികെ മറ്റൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ചേർത്തിട്ടാണ് ഗ്രേവി നമ്മൾ തിക്കാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതി. ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട. ബീഫ് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്താൽ മതി. ഇതുപോലെ എണ്ണയിൽ എല്ലാ ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കുക. ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു 2 മിനിറ്റ് വരെ മാത്രം ഇതിങ്ങനെ ഫ്രൈ ചെയ്താൽ മതി. ബീഫ് മുഴുവൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൽ എണ്ണ കുറച്ചൊക്കെ ബാക്കിയുണ്ട്. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഇതിൽ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ഞാൻ ചേർക്കുകയാണ്. എണ്ണ തന്നെ ചേർത്താലും മതി. ബട്ടർ ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ബട്ടറിന് പകരം വേണമെങ്കിൽ ഗീയും ചേർക്കാം. മെൽറ്റായ ബട്ടറിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. എന്നിട്ടൊന്ന് വഴറ്റുക. വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വരണം.
കൂടുതൽ ബ്രൗൺ കളർ ആവരുത്, അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം. ആ സമയത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ആദ്യം ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കാം. വീണ്ടും ഒന്ന് വഴറ്റുക. സവാളയുടെ കളർ ഇവിടെ മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങിനും ക്യാരറ്റിനും കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് അതുമാത്രം ഇപ്പോൾ ചേർത്തത്. ബാക്കി വെജിറ്റബിൾസ് ലാസ്റ്റ് ചേർക്കാം. ഇനി നമ്മൾ മാറ്റിവെച്ച ബീഫ് സ്റ്റോക്കിൽ നിന്നും ഒരു 1/2 കപ്പ് വരെ ഇതിലേക്ക് ചേർക്കാം. സ്റ്റോക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്തോളും. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന സ്റ്റോക്ക് മുഴുവൻ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് മുഴുവൻ ഇതിലേക്ക് ചേർക്കാം. ക്യാപ്സിക്കവും അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഷ്റൂമും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബീഫ് സ്റ്റോക്ക് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോർ ഇതിലേക്ക് ചേർക്കാം. കോൺഫ്ലോർ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് കറി നല്ലൊരു തിക്കായിട്ട് മാറുന്ന കാണാം. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യണം. ഒരു 1/2 കപ്പ് വരെ വെള്ളം ഞാൻ വീണ്ടും ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറിയുടെ തിക്നെസ്സിനനുസരിച്ച് വെള്ളം ചേർക്കാം. ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് വരെയൊക്കെ വെള്ളം ചേർക്കാം. ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ബീഫും കൂടി ചേർക്കാം. ബീഫ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി കറിയിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറി വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇത് അടച്ച് വെക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചാൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. വെജിറ്റബിൾസും ബീഫും ബീഫ് സ്റ്റോക്കും എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി ഒരല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്, നമ്മൾ കോൺഫ്ലോർ ചേർത്തതുകൊണ്ട്. അപ്പോൾ നല്ല പാകത്തിനുള്ള കട്ടിയിലാണ് ഗ്രേവി ഇരിക്കുന്നത്. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന ക്യാപ്സിക്കവും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഈ കറി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതിൻ്റെ ഭംഗി കണ്ടാൽ തന്നെ നമുക്ക് കറി കഴിക്കാൻ തോന്നും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റൂ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈനൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ബീഫ് സ്റ്റൂ വീട്ടിലുണ്ടാക്കാം. വൈൻ ചേർത്തിട്ടുള്ള റെസിപ്പിയാണ് ഞാനിത് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ബീഫ് സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാക്കിയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വൈൻ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ബീഫ് സ്റ്റോക്ക് ഉപയോഗിച്ചുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കിത് വീട്ടിൽ ചപ്പാത്തി, പൊറോട്ട, ബട്ടർ നാൻ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്